തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇമാനുവൽ സിൽക്സ് തൃശൂർ, മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. കല്യാൺ സിൽക്സ് ഭീമ, ജോസ്കോ ജുവലേഴ്സ്. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സാക്ഷരതയും സാംസ്കാരിക ബോധവും വളർത്തുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും ചെന്നിത്തല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പദ്ധതികളിലൂടെയും പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തുക അവരിലേക്ക് എത്തിച്ചേരുന്നില്ലെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സംസ്ഥാനത്തെ മദ്യനയം മൂലം യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചിരിക്കുകയാണെന്നും മാർ താഴത്ത്. ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടം. 30ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 4 പേർക്ക് പരിക്ക്. ക്രൈസ്തവർ ഓശാന തിരുനാൾ ആചരിച്ചു. ദേവാലയങ്ങളിൽ നടന്ന കുരുത്തോല പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. പെയ്ഡ് ന്യൂസ് വ്യാപകമാകുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ ടെലഗ്രാഫ് KV ഡാനിയൽ പുരസ്കാരം മാധ്യമപ്രവർത്തകനായ ജോസ് പനച്ചിറയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു പല സംസ്ഥാനങ്ങളിലും പെയ്ഡ് ന്യൂസിനെ പറ്റിയുള്ള വാർത്തകൾ വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ പത്രപ്രവർത്തനം എത്രമാത്രം മഹത്തരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കേരളത്തിൽ മികച്ച രീതിയിലുള്ള പത്രപ്രവർത്തനം സാധ്യമാകുന്നത് നമ്മുടെ ഉയർന്ന സാംസ്കാരിക ബോധം കൊണ്ടാണ്. സാക്ഷരതയും സാംസ്കാരിക ബോധവും വളർത്തുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പത്രങ്ങളിൽ പോലും എതിരാളികളെ വ്യക്തിഹത്യയും സ്വഭാവഹത്യയും നടത്തുന്ന പ്രവണത കാര്യമായി അനുഭവപ്പെടാറില്ല. ഉയർന്ന നിലവാരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് പത്ര ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്നത്. കോൺഗ്രസുകാർ എഴുത്തും വായനയും ഇല്ലാത്തവരാണെന്ന് സുകുമാർ അഴീക്കോട് പരിഹസിച്ചതിനാലാണ് പ്രിയദർശിനി എന്ന പേരിൽ പ്രസിദ്ധീകരണ വിഭാഗം ആരംഭിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും ടെലഗ്രാഫ് എന്ന പത്രത്തെ ഉയർച്ചയിലേക്ക് നയിച്ച സാഹസികനായ പത്രപ്രവർത്തകനായിരുന്നു KV ഡാനിയലെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരെയെങ്കിലും കുറിച്ച് മോശമായി പറഞ്ഞാലേ വാർത്തയിൽ ഇടം നേടൂ എന്നായിട്ടുണ്ടെന്നും അങ്ങനെ ചെയ്യാത്തതിനാലാണ് താൻ വാർത്തകളിൽ ഇടം പിടിക്കാത്തതെന്നും CN ബാലകൃഷ്ണൻ പറഞ്ഞു. ഡേവീസ് കണ്ണനായിക്കൽ KV ഡാനിയൽ അനുസ്മരണം നടത്തി. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അവാർഡ് ജേതാവിന് പ്രശസ്തി പത്രം സമ്മാനിച്ചു. MP വിൻസെന്റ് MLA, തോമസ് ജേക്കബ്, തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, വില്യംസ് ഡാനിയൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പല പദ്ധതികളിലൂടെയും പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തുക അവരിലേക്ക് എത്തിച്ചേരുന്നില്ലെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫോറത്തിന്റെ സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ താഴത്ത്. സംസ്ഥാനത്തെ മദ്യനയം മൂലം യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചിരിക്കുകയാണെന്നും മാർ താഴത്ത് പറഞ്ഞു. സംഘടനാ പ്രസിഡന്റ് MK രാജു അധ്യക്ഷത വഹിച്ചു. KLM സംസ്ഥാന പ്രസിഡന്റ് ജോയ് ഗോതുരുത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ട്രാഫിക് SI സോമസുന്ദരം, ഫാദർ ജോസ് കോനിക്കര, KD വർഗീസ്, ഫാദർ ജോർജ് തോമസ് നിരപ്പുകാലായിൽ, ജോസഫ് മെൽപ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടം. 30ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 4 പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾ വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. വില്ലടം, താണിക്കുടം, പട്ടിക്കാട്, ഇരിങ്ങാലക്കുട, പുതുക്കാട്, പാവറട്ടി, ചാവക്കാട് മേഖലകളിലാണ് കാറ്റിൽ മരങ്ങൾ വീണ് വീടുകൾ തകർന്നത്. വില്ലടം, താണിക്കുടം മേഖലകളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകൾക്ക് കേടുപാട് പറ്റി. റോഡിലേക്ക് മരം വീണ് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മരം മുറിച്ചുമാറ്റുന്നതിനിടെ തടിക്കഷ്ണം കാലിൽ വീണ് ഫയർഫോഴ്സ് ജീവനക്കാരന് പരിക്കേറ്റു. തൃശൂർ ഫയർ സ്റ്റേഷനിലെ ഡ്രൈവർ ജോൺ ബ്രിട്ടോയ്ക്കാണ് കാലിൽ പരിക്കേറ്റത്. പട്ടിക്കാട് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് 3 വീടുകൾ ഭാഗികമായി തകർന്നു. കട്ടിലപ്പൂവം പാടുകാട് മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടായി.
പാടൂക്കാട് പെരിങ്ങണ്ടൂക്കാരൻ സുബ്രഹ്മണ്യന്റെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. വിലടം സ്വദേശി നീണ്ടിയിൽ കണ്ണന്റെ വീട് മാവ് കടപുഴകി വീണ ഭാഗികമായി തകർന്നു. വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്ന കണ്ണനും ഭാര്യയും 2 മക്കളും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് ശക്തമായ കാറ്റിൽ മരം വീണ് 4 വീടുകൾ ഭാഗികമായി തകർന്നു. മാടേക്കടവ് കുന്നത്ത് സുബ്രഹ്മണ്യൻ, പട്ടരുപുരയ്ക്കൽ അറുമുഖൻ, എടക്കടിയൂർ വെളിയങ്കോട് അബൂബക്കർ, കറുമാട്ട് അമ്മുക്കുട്ടിയമ്മ എന്നിവരുടെ വീടുകളാണ് തെങ്ങ് വീണ് ഭാഗികമായി തകർന്നത്. മറ്റം നമ്പഴിക്കാട് നമ്പുഴ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൂറ്റൻ പാലമരം കടപുഴകി വീണ് ക്ഷേത്രത്തിന് കേടുപാട് പറ്റി. ഇരിങ്ങാലക്കുട പുല്ലൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു വീണ് 2 പേർക്ക് പരിക്കേറ്റു. പുല്ലൂർ അമ്പലനടയ്ക്ക് സമീപം മുക്കുളം ശിവരാമന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നത്. ശിവരാമന്റെ ഭാര്യ നളിനി, മരുമകൾ അനീഷ്മ എന്നിവർക്ക് പരിക്കേറ്റു. പാവറട്ടി നീലങ്കാവിൽ മുട്ടിക്കൽ ജേക്കബ് മകൾ ജെറോം ബാബുവിന്റെ വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ മുൻവശത്തിനും കാർപോർച്ചിനും കേടുപറ്റി. പെരുവല്ലൂർ പോവിൽ ശശിയുടെ വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ വീട്ടുപറമ്പിലെ തെങ്ങ് വീണ് മേൽക്കൂരയിലെ ഷീറ്റ് തകർന്നു. പാലുവായി തുപ്പത്ത് ബാലന്റെ വീട് സമീപത്തെ വീട്ടുപറമ്പിലെ തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. കാക്കശ്ശേരിയിൽ ഇടിമിന്നലിൽ വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. തുപ്രാട്ട് കുഞ്ഞുണ്ണിയുടെ വീടിന്റെ ചുമരിന് വിള്ളലുണ്ടായി. വീട്ടിലെ മെയിൻ സ്വിച്ചും വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. കോതപുരം വീട്ടിൽ മുരളിയുടെ വീട്ടുവളപ്പിലെ തെങ്ങ് കത്തിനശിച്ചു. പുലിക്കോട്ടിൽ സെലീനയുടെ വീട്ടിലെ ബൾബുകൾ പൊട്ടിത്തെറിച്ചു. വീടിന്റെ ചുമരിനും വിള്ളലേറ്റിട്ടുണ്ട്. മുത്തനാമ്പറമ്പിൽ വേലായുധന്റെയും നമ്പിയത്ത് സ്മിജേഷിന്റെയും വീടുകളിലെ വൈദ്യുതിയോപകരണങ്ങൾക്കും സ്വിച്ച് ബോർഡുകൾക്കും കേടുപാട് പറ്റി. വീടുകളിലേക്കുള്ള സർവീസ് വയറുകൾ കത്തിക്കരിഞ്ഞ് പൊട്ടിവീണ നിലയിലാണ്. വരന്തരപ്പള്ളി മേഖലയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് 5 വീടുകൾ ഭാഗികമായി തകർന്നു. എടക്കയാമഠം സുലോചന, ചക്കാലക്കൽ ഡോളി, നെബിലാൻ ബിജു, വട്ടാണത്ര കോപ്പാടം ഗോപി എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി തകർന്നത്. ശക്തമായ കാറ്റിൽ ചക്കാലക്കൽ ഡോളിയുടെ വീടിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പറന്നുപോയി. വീട്ടിൽ ഉറങ്ങുകയായിരുന്ന ഡോളിയുടെ മകൾ ജസ്മിയുടെ കാലിന് ഇഷ്ടിക അടർന്നു വീണ് പരിക്കേറ്റു. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അരിമ്പൂർ ചെത്തിക്കാട്ടിൽ സുകുമാരന്റെ കൃഷിയിടത്തിലെ നേന്ത്രവാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു. അന്തിക്കാട് വള്ളൂർക്കടവിൽ 20 ഏക്കർ നെൽകൃഷിയും കാറ്റിൽ നശിച്ചിട്ടുണ്ട്. കുന്നംകുളം പുതുശ്ശേരി കോളനിയിൽ തറയിൽ കുട്ടന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ മേൽക്കൂര മരം വീണ് ഭാഗികമായി തകർന്നു. വീട്ടിൽ ഈ സമയം വാടകയ്ക്ക് താമസിക്കുന്ന പള്ളത്ത് ദിനേശിനും കുടുംബവും ഉണ്ടായിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാണിപ്പയൂർ വില്ലേജ് ഓഫീസ് അധികൃതർ, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗം PK ശാന്ത എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് TCV. യേശുക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഓശാന തിരുനാൾ ആചരിച്ചു. ഓശാന തിരുനാളുടെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ഒലീവ് മരച്ചില്ലകളുടെയും ഓശാന ആരവങ്ങളുടെയും അകമ്പടിയോടെ ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ആചരിച്ചത്. ഓശാന ഞായർ ആചരണത്തോടെ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. ഓശാന തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക തിരുകർമ്മങ്ങളും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന ഓശാന തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കിഴക്കേക്കോട്ട മാർ യോഹനാൻ മംതാന പള്ളിയിൽ നിന്ന് മാർത്തമറിയം വലിയ പള്ളിയിലേക്ക് കുരുത്തോല പ്രദക്ഷിണം നടന്നു. മാർ അപ്രേ മെത്രാപോലിത്ത തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തൃശൂർ സേക്രഡ് ഹാർട്ട് ലത്തീൻ പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ റോബി കളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് മാളിയേക്കൽ, ഫാദർ ധീരജ് സാബു, ഫാദർ വർഗീസ് തണ്ണിപ്പാറ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിജോ കപ്പിലാം നിരപ്പേൽ, ഫാദർ ബിനോയ് ചാത്തനാട്ട് എന്നിവർ സഹകാർമ്മികരായി. പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം വെഞ്ചരിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് കുരുത്തോല പ്രദക്ഷിണം നടത്തി. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ പോൾ താണിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ശേഷം ആശീർവദിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് സെന്റ് ജോസഫ് കപ്പേളയിലേക്കും സെന്റ് ജോർജ് കപ്പേളയിലേക്കും വിശ്വാസികൾ കുരുത്തോലയും കൈകളിലേന്തി പ്രദക്ഷിണം നടത്തി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസ് കാച്ചപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദേവാലയത്തിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ആന്റണി ആലൂക്ക മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസനപ്പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ നിജോ തമ്പി, ഫാദർ സിജി മാത്യു എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഔഷാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് തോലത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോയ് അടമ്പുകുളം മുഖ്യ കാർമ്മികനായി. ന്യൂസ് ഡെസ്ക് TCV. തെക്കുംപാടം മഞ്ഞക്കുന്നിൽ തെങ്ങിൽ നിന്ന് വീണ് മധ്യവയസ്കൻ മരിച്ചു. മഞ്ഞക്കുന്ന് സ്വദേശി കരിക്കോന വീട്ടിൽ 54 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. കരിക്ക് വിൽപ്പന കരാർ തൊഴിലാളിയായ ജോയ് കരിക്കിടുന്നതിനായി തെങ്ങിന്റെ മുകളിൽ കയറിയ ഉടൻ തലകറങ്ങി വീഴുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ നടത്തിയ പ്രകടനം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി. ലാത്തിചാർജിലും കല്ലേറിലും 3 പോലീസുകാർക്കും 2 കോൺഗ്രസ് പ്രവർത്തകർക്കും 1 CPM പ്രവർത്തകനും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി ഇരുകൂട്ടരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ CPM പുത്തൻകടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി പുതുവീട്ടിൽ സെയ്ദ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അരയച്ചൻ ദിവിൻ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM-ഉം കോൺഗ്രസും പുത്തൻകടപ്പുറത്ത് ഞായറാഴ്ച വൈകിട്ട് വ്യത്യസ്ത പ്രകടനങ്ങൾ നടത്തിയത്. പ്രകടനത്തിനിടെ ഇരുകൂട്ടരും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും പരസ്പരം കല്ലേറ് നടത്തുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ചാവക്കാട് CI സിബിച്ചൻ ജോസഫ്, SI കലാധരൻ, വടക്കേക്കാട് SI രാമദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര കവർച്ച കേസിലെ പ്രതിയെ വിവിധയിടങ്ങളിൽ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ അറസ്റ്റിലായ ശൃംഗപുരം ജമ്മിക്കാട്ടിൽ സിനോജുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്ന് മോഷ്ടിച്ച പണവുമായി സിനോജ് ആദ്യം പോയത് ശൃംഗപുരം തോടിന് സമീപം ആളൊഴിഞ്ഞ് തകർന്നു കിടക്കുന്ന വീട്ടിലാണ്. മോഷ്ടിച്ച പണത്തിൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ വേർതിരിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചു. അവിടെ നിന്ന് വീട്ടിലെത്തിയ ഇയാൾ വീട്ടുമുറ്റത്ത് സ്വർണവും കുറച്ചു പണവും കുഴിച്ചിട്ടു. മഞ്ഞൾ കലർന്ന പണം ഉപയോഗിക്കാൻ ഭയന്ന് പിറ്റേ ദിവസം രാത്രിയിൽ 2 പാത്രങ്ങളിലാക്കി വെച്ച് കത്തിച്ചു കളയുകയായിരുന്നു. ഈ മാസം 6-ന് രാത്രി 8 മണിയോടെ കച്ചേരിപ്പുരയിൽ കയറിയതായും പുലർച്ചെ 3 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയതായും സിനോജ് പോലീസിനോട് പറഞ്ഞു. കൊടുങ്ങല്ലൂർ അമ്മയുടെ നിവേദ്യച്ചോറുണ്ട് അമ്പലപ്പറമ്പിൽ കിടന്നുറങ്ങിയിരുന്ന സിനോജ് ക്ഷേത്രത്തിലെ വഴിപാട് പണം മോഷ്ടിച്ചപ്പോൾ പിടിയിലാകാൻ കാരണമായത് കൊടുങ്ങല്ലൂർ അമ്മയുടെ പ്രസാദമായ മഞ്ഞൾപ്പൊടിയാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മഞ്ഞൾപ്പൊടി. ഭരണി ആഘോഷത്തിന് ലഭിക്കുന്ന വഴിപാട് സാധനങ്ങളിലെല്ലാം തന്നെ മഞ്ഞൾ പുരണ്ടിരിക്കും. ക്ഷേത്രത്തിലെ കച്ചേരിപ്പുരയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് മോഷ്ടിച്ച വഴിപാട് പണത്തിലും മഞ്ഞൾ പുരണ്ടിരുന്നു. ഈ പണം ഉപയോഗിച്ച് സിനോജ് പറവൂരിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയപ്പോഴാണ് പോലീസിന് കാര്യങ്ങൾ എളുപ്പമായത്. മഞ്ഞൾപ്പൊടി കലർന്ന നോട്ടുകൾ പുറത്തിറക്കാൻ ഭയന്നാണ് പകുതിയിലധികം രൂപ കത്തിച്ചു കളഞ്ഞതെന്ന് സിനോജ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മോഷണക്കേസ് വെളിച്ചത്ത് വരുമ്പോൾ പോലീസിന് തുണയും മോഷ്ടാവിന് വിനയുമായത് ദേവി പ്രസാദമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്ര കവർച്ച അന്വേഷിച്ച് പ്രത്യേക സംഘം തയ്യാറാക്കിയ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ 3-മനായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ സിനോജ്. ക്ഷേത്രങ്ങളിലും മറ്റും കവർച്ച നടത്തുന്ന 7 പേരുടെ ലിസ്റ്റാണ് അന്വേഷണ സംഘത്തിലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരുന്നത്. മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മോഷണ രീതിയും പരിഗണിച്ചാണ് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കിയത്. സിനോജ് ഉൾപ്പെടെയുള്ളവരെ തിരയുന്നതിനിടയിലാണ് ഇയാൾ പറവൂരിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ എത്തിയത്. ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇരിഞ്ഞാലക്കുട കോമ്പാറ സ്വദേശി കല്ലുങ്ങവളപ്പിൽ 45 വയസ്സുള്ള പ്രസാദാണ് മരിച്ചത്. മരിച്ച പ്രസാദ് നാഗസ്വര വിദ്വാനാണ്. കൊടുങ്ങല്ലൂരിൽ ഒരു വിവാഹത്തിന് നാഗസ്വരം അവതരിപ്പിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഇനി വിഷുവിശേഷങ്ങളുമായി കണി കാണും നേരം. നന്മയുടെ പൊൻകിരണവുമായി വിഷുവെത്തുമ്പോൾ കണിയൊരുക്കി പുതുവർഷ പുലരിയെ ഐശ്വര്യപൂർണ്ണമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. മലയാളികൾക്ക് വിഷു സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സുദിനമാണ്. വിഷു ആഘോഷം അർത്ഥപൂർണമാകണമെങ്കിൽ കണി കാണണം. മേടസംക്രമം കഴിഞ്ഞുവരുന്ന പുലരി കണി കണ്ടുണരുന്നത് ഐശ്വര്യപൂർണമായ വരും വർഷത്തിലേക്കാണ്. വിഷുവിന് കണി കണ്ടാൽ ഒരു വർഷക്കാലം കണിയുടെ ഫലങ്ങൾ അനുഭവവേദ്യമാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിഷുദിനത്തിലെ കണി ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷകളുടെയും പ്രതീകമാണ്. വിഷുവിന്റെ തലേന്ന് തന്നെ കണി ഒരുക്കി വയ്ക്കും.
വെള്ളോട്ടുരുളിയിലാണ് കണി വയ്ക്കുക. വൃത്തിയാക്കിയ ഓട്ടുരുളിയിൽ സ്വർണവർണ്ണമയമായ കണിവെള്ളരി, കണിക്കൊന്ന, ഗ്രന്ഥം, സ്വർണാഭരണം, നാണയം, ധാന്യം, നാളികേരം, മാങ്ങ, ചക്ക, ഫലങ്ങൾ, അഷ്ടമംഗല്യം, കത്തിച്ച നിലവിളക്ക്, വാൽക്കണ്ണാടി എന്നിവയാണ് കണി കാണാൻ വയ്ക്കുക. വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് ആദ്യം കണി കാണുക. വിഷുദിന പുലർച്ചെ പ്രായം ചെന്ന അംഗം എഴുന്നേറ്റ് തിരികൊളുത്തി ആദ്യം കണി കാണും. പിന്നെ വീട്ടിലെ മറ്റ് അംഗങ്ങളെ കണി കാണിക്കും. തുടർന്ന് കാരണവർ കുടുംബാംഗങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകും. പിന്നെ വിഷു സദ്യ. വിഷു പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും വിഷു കണി കണ്ട് ഭാവി ദീപ്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. കൾച്ചർ ഡെസ്ക് TCV. കാർഷിക സമൃദ്ധിയുടെ വിഷുവിന് മലയാളിക്ക് കണി കണ്ടുണരാൻ കണിവെള്ളരി വേണം. വിഷുക്കണിക്ക് സ്വർണ്ണശോഭ പകരുന്ന കണിവെള്ളരിയുടെ വിൽപ്പന നാടെങ്ങും പൊടിപിടിക്കുകയാണ്. മലയാളിയുടെ കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ് വിഷു. ഒരാണ്ടിന്റെ സമൃദ്ധി കണി കണ്ടുണരുന്ന സുദിനം. ഈ ആഘോഷത്തിൽ പ്രധാനമായ വിഷുക്കണി ഒരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കണിവെള്ളരി. അതുകൊണ്ട് തന്നെ കണിവെള്ളരിയുടെ കച്ചവടം പൊടിപൊടിക്കുന്നു. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിലും നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും കടകളിലും കണിവെള്ളരി വിൽപ്പന തകൃതിയായാണ് നടക്കുന്നത്. കണിക്കൊന്ന പൂവിനൊപ്പം വിഷുക്കണിക്ക് സ്വർണ്ണശോഭ പകരുന്ന മഞ്ഞ നിറത്തിലുള്ള ഇടത്തരം പഴുത്ത വെള്ളരിയാണ് കണിവെക്കാൻ ഉപയോഗിക്കുക. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായാണ് കണിവെള്ളരി തൃശൂരിൽ വിൽപ്പനയ്ക്കായി എത്തുന്നത്. കൂടാതെ പുല്ലഴി സ്വദേശി ആലാട്ട് ചന്ദ്രന്റെ കൃഷിയിടത്തിൽ നിന്നും വിളഞ്ഞ 1.5 ടൺ കണിവെള്ളരിയും ഇത്തവണത്തെ വിഷുക്കണിയിൽ ഇടം പിടിക്കും. വിവിധ തരം നാടൻ വെള്ളരിയാണ് ജൈവ കൃഷിയിലൂടെ ചന്ദ്രൻ കൃഷി ചെയ്തെടുത്തത്. ഇപ്പോൾ ഇടത്തരം വെള്ളിയിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. ഈ വർഷം സ്പെഷ്യലായിട്ട് മലപ്പുറം ഭാഗത്തുനിന്ന് കൂടുതൽ കണ്ടുവരുന്ന വെള്ളരിക്കൊന്ന് പരീക്ഷിച്ച് നോക്കി. വൺ വിജയാണ്. ജൈവ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത്തരം വിത്തിനാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കളർ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സ്വർണ്ണ നിറമുള്ള വെള്ളരിക്ക് ആവശ്യക്കാർ വളരെ ഏറെയാണ്. ഇപ്പോൾ 25 രൂപ മുതൽ 35 രൂപ വരെ കണിവെള്ളരിക്ക് വ്യാപാരികൾ വില ഈടാക്കുന്നുണ്ട്. വിഷുത്തലേന്ന് സ്വർണ്ണ നിറവും ഭംഗിയുമുള്ള തികഞ്ഞ കണിവെള്ളരി ലഭിക്കണമെങ്കിൽ പറയുന്ന വില നൽകേണ്ടി വരും. TCV ന്യൂസ് തൃശൂർ. തൃശൂർ പാലസ് റോഡ് കല്യാൺ സിൽക്സിലെത്തുന്ന ഏതൊരു ഉപഭോക്താവിനും ലഭിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകോവിൽ തൊഴുതിറങ്ങിയ സായുജ്യം. വിഷുവിന് വരവേൽക്കാൻ കല്യാൺ സിൽക്സിൽ സ്റ്റാഫുകൾ ചേർന്നൊരുക്കിയ വിഷുക്കടിയാണ് നയനമനോഹര കാഴ്ചയായത്. ശ്രീകോവിലിൽ കോലക്കൊടിലേന്തു നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഷോറൂമിലേക്ക് പ്രവേശിക്കുന്ന ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. കൂടാതെ ശ്രീകോവിലിന് മുന്നിലെ കൽവിളക്കും കൂടി ചേർന്നപ്പോൾ കല്യാൺ സിൽക്സ് പാലസ് റോഡിലെ ഷോറൂമിൽ ക്ഷേത്രാന്തരീക്ഷത്തിന്റെ പ്രതീതിയാണ് തീർത്തിരിക്കുന്നത്. കല്യാൺ സിൽക്സിന്റെ 1 കോടി വെഡിംഗ് സെലിബ്രേഷന്റെ ഭാഗമായുള്ള 1.5 കോടി സമ്മാന പദ്ധതിയിൽ നിരവധി പേരാണ് ഇതിനകം പർച്ചേസ് ചെയ്തത്. ഷോറൂമിനുള്ളിൽ ശ്രീകോവിൽ മാതൃകയിൽ വിഷുക്കണി ഒരുക്കുന്നത് തൃശൂരിൽ ഇതാദ്യമായാണ്. വിഷുക്കാലത്ത് ഭക്തിസാന്ദ്രമായ ഒരു ഷോപ്പിംഗ് അനുഭവമാണ് കല്യാൺ സിൽക്സ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് വൻ തിരക്കാണ് ഷോറൂമിൽ അനുഭവപ്പെടുന്നത്. നെട്ടിശ്ശേരി ശിവശാസ്ത ക്ഷേത്രത്തിലെ തറയ്ക്കൽ പൂരം ഭക്തി നിർഭരമായി. കൂട്ടാല വിഷ്ണു ക്ഷേത്രത്തിലുള്ള എഴുന്നള്ളിപ്പിന് ശേഷം ചാലിടൽ ചടങ്ങ് നടന്നു. തുടർന്ന് 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന പൂരം എഴുന്നള്ളിപ്പിൽ എറണാകുളം ശിവകുമാർ ഭഗവാന്റെ തിടമ്പേറ്റി. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി മേളകലാരത്നം നെട്ടിശ്ശേരി കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പാണ്ടിമേളം പൂരപ്രേമികൾക്ക് വാദ്യവിരുന്നായി. മുളങ്ങുത്തുകാവ് രഞ്ജിത്തുമാരാരും ശ്രീജിത്തും ചേർന്നൊരുക്കിയ ഡബിൾ തായമ്പകയും അരങ്ങേറി. ഉല്ലൂക്കര ചെറുകുളങ്ങര ക്ഷേത്രത്തിൽ ഇറക്കി പൂജയും നടന്നു. കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് വിദ്യാർത്ഥി മാതൃകയായി.
പൂങ്കുന്നം സ്വദേശി സുനിൽകുമാറാണ് കോട്ടപ്പുറത്തു നിന്ന് കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമ കോട്ടപ്പുറം സ്വദേശി വിശാഖ് വിശ്വനാഥന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരികെ നൽകിയത്. തൃശൂരിൽ അവാർഡ് ദാന ചടങ്ങിനെത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി. തൃശൂർ YMCA ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിനെത്തിയ ആഭ്യന്തരമന്ത്രിക്കും സംഘത്തിനും ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ പുറത്തേക്ക് കടക്കാനാകാതെ വന്നു. സെക്യൂരിറ്റി അലാറം മുഴങ്ങിയതോടെ പോലീസും സംഘാടകരും അല്പനേരം പരിഭ്രാന്തിയിലായി. പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെട്ട് ലിഫ്റ്റ് താഴെ എത്തിച്ച് വാതിൽ തുറന്നാണ് പ്രശ്നം പരിഹരിച്ചത്. ആഭ്യന്തരമന്ത്രിയും കൂട്ടരും പിന്നീട് ഗോവണി കയറി മുകളിലെത്തിയാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഭഗവാന്റെ പിറന്നാൾ സദ്യയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചേറൂർ വിജയമാതാ പള്ളിയിലെ KCYM യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓശാന ദിനത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരാണ് ഓശാന ദിനത്തിൽ നടത്തിയ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത്. വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോൽ അലങ്കാരങ്ങളാലും പ്രാർത്ഥനകളാലും ഓശാനയെ വരവേറ്റപ്പോൾ വിജയമാതാ പള്ളി രക്തദാന ക്യാമ്പ് നടത്തി ഓശാന ആചരിച്ചാണ് വ്യത്യസ്തമായത്. അമല ആശുപത്രിയിൽ ആരംഭിക്കുന്ന ആധുനിക ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ICU കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. അമല ഡയറക്ടർ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K ഭവദാസൻ, ഫാദർ ജോയ് പയ്യപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി വാണിജ്യം. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച പാരറ്റ് ഫാഷനിലെ കുർത്തീസിന്റെ അപൂർവ ശേഖരം ശ്രദ്ധേയമാകുന്നു. പ്രൈം അസോസിയേറ്റ്സിന്റെ നവീന സംരംഭമായ പാരറ്റ് ഫാഷനാണ് തൃശൂരിൽ കുർത്തീസിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന നിലയിൽ ശ്രദ്ധേയമാകുന്നത്. ആമ്പക്കാടൻ ജംഗ്ഷനിൽ പോൾ നിലയാറ്റിങ്കൽ ടവറിൽ പ്രവർത്തിക്കുന്ന പാരറ്റ് ഫാഷനിൽ രാജസ്ഥാൻ ജയ്പൂർ കുർത്തീസ്, ലോങ് കുർത്തീസ്, ഷോർട്ട് കുർത്തീസ്, ബാന്തിനി കളക്ഷൻസ്, കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസ്, ചുഡി ബോട്ടം, മൾട്ടി ബ്രാൻഡഡ് ലേഡീസ് ഇന്നർ വെയേഴ്സ് എന്നിവയുടെ വിപുലമായ കളക്ഷൻസാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ചുരിദാർ സ്റ്റിച്ചിങ്ങിനുള്ള സൗകര്യവും ആമ്പക്കാടൻ ജംഗ്ഷനിലെ പാരറ്റ് ഫാഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെടുക 9745724171. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തനം മാതൃകാപരമാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. സാക്ഷരതയും സാംസ്കാരിക ബോധവും വളർത്തുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും ചെന്നിത്തല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പദ്ധതികളിലൂടെയും പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തുക അവരിലേക്ക് എത്തിച്ചേരുന്നില്ലെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സംസ്ഥാനത്തെ മദ്യനയം മൂലം യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ മദ്യപാനശീലം വർദ്ധിച്ചിരിക്കുകയാണെന്നും മാർ താഴത്ത്. ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടം. 30ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 4 പേർക്ക് പരിക്ക്. ക്രൈസ്തവർ ഓശാന തിരുനാൾ ആചരിച്ചു. ദേവാലയങ്ങളിൽ നടന്ന കുരുത്തോല പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. നമസ്കാരം. തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇമാനുവൽ സിൽക്സ് തൃശൂർ, മോൾ ഓഫ് ജോയ് നിയർ ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. കല്യാൺ സിൽക്സ്, ഭീമ, ജോസ്കോ ജുവലേഴ്സ്.